വിവാഹ മണ്ഡപത്തിലേക്ക് പോകും വഴി നവവധു സഞ്ചരിച്ച കാറിൽ തീ പടർന്നു പിടിച്ചു. അപകടത്തിൽ നിന്നും വിവാഹ സംഘം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കൊച്ചി ഇടപ്പള്ളിയിലാണ് ഇക്കഴിഞ്ഞ ദിവസം വലിയൊരു ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. ചുമട്ട് തൊഴിലാളികളും പോലീസും അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് ഉടൻ തന്നെ തീ പൂർണ്ണമായും കെടുത്തിയതിനാൽ വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. കൊച്ചി ഇടപ്പള്ളി സിഗ്നലിന് സമീപം ഇക്കഴിഞ്ഞ ദിവസം രാവിലെ 10 മണിയോടെയാണ് സംഭവം. ആലപ്പുഴ സ്വദേശി യുവതിയും സംഘവും വിവാഹത്തിനായി ആലുവയിലെ ഓഡിറ്റോറിയത്തിലേക്ക് കാറിൽ പോകുമ്പോഴായിരുന്നു തീ പടർന്നു പിടിക്കുന്നത്. ഇടപ്പള്ളി സിഗ്നലിന് സമീപം എത്തിയപ്പോൾ കാറിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടു. സമീപത്തെ ചുമട്ട് തൊഴിലാളികളാണ് ഇത് ആദ്യം കണ്ടത്. ഇവർ കാറിലുള്ളവരെ ഉടൻ തന്നെ വിവരം അറിയിച്ചു. തുടർന്ന് പരിഭ്രമിച്ച യാത്രക്കാർ കാറിന്റെ വാതിലുകൾ തുറക്കാൻ ശ്രമിച്ചെങ്കിലും ഈ കാറിന്റെ വാതിലുകൾ അടഞ്ഞുപോയിരുന്നു. കാറിന്റെ ചില്ല് തകർത്ത് ഒടുവിൽ പുറത്ത് കടക്കാൻ ശ്രമം നടത്തുകയായിരുന്നു. ഇതിനിടെ വാതിലുകൾ തുറന്ന് നവവധു ഉൾപ്പെടെയുള്ളവർ കാറിൽ നിന്നും പുറത്തിറങ്ങി ഉടൻ തന്നെ എഞ്ചിൻ ഭാഗത്ത് തീ പടർന്നു പിടിക്കുകയായിരുന്നു. ഉടൻ തന്നെ സമീപത്തെ ഹോട്ടലുകളിൽ നിന്ന് ചുമട്ട് തൊഴിലാളികൾ വെള്ളമെടുത്ത് തീ അണയ്ക്കാൻ ശ്രമം നടത്തി. അപ്പോഴേക്കും ട്രാഫിക് SI ടി അരുളിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം അവിടെ എത്തിയിരുന്നു. നവവധുവിനെയും ഒപ്പമുണ്ടായിരുന്നവരെയും മറ്റൊരു കാറിൽ വിവാഹ സ്ഥലത്തേക്ക് അവർ അയച്ചു. എഞ്ചിൻ ഭാഗത്തെ ഇലക്ട്രിക് വയറുകൾ കരിഞ്ഞിരിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഷോർട്ട് സർക്യൂട്ട് ആകാം ഈ തീപിടുത്തത്തിന് കാരണമെന്ന് തന്നെയാണ് പ്രാഥമിക നിഗമനം. അതേസമയം നിരവധി ഓടുന്ന വാഹനങ്ങളിൽ തീപിടിച്ച് ജീവനുകൾ നഷ്ടമാകുന്നതോടെ വാഹനങ്ങൾ തീപിടിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കണ്ടെത്തുകയായിരുന്നു ഫോറൻസിക് വിദഗ്ധരുടെ ശ്രമം. അത്തരത്തിൽ 3 കാരണങ്ങളാണ് വാഹനങ്ങൾ തീപിടിക്കുന്നതിന് കാരണമെന്ന് പറഞ്ഞ സർക്കാർ നിയോഗിച്ച സാങ്കേതിക സമിതി കണ്ടെത്തിയത്. ഒന്ന്, വാഹനങ്ങളിൽ വരുന്ന രൂപമാറ്റം വരുത്തലാണ് ഇത്തരത്തിൽ തീപിടിക്കാനുള്ള സാധ്യത. രണ്ടാമതായി, ഇന്ധനം ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോകൽ. മറ്റൊന്ന്, പ്രാണികളുടെ ഇന്ധനക്കുഴൽ തുരക്കൽ എന്നിവയാണ് ഇത്തരത്തിൽ 3 കാരണങ്ങളായിട്ട് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. കുറഞ്ഞ വിലയുള്ള വാഹനങ്ങളിൽ കൂടുതൽ വിലയുള്ള വാഹനങ്ങളുടെ സൗകര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നതും തീപിടുത്തത്തിന് കാരണമാകും. ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിന് എല്ലാ ജില്ലകളിലും നോഡൽ ഓഫീസറെ നിയമിച്ചു. വില കുറച്ച് ഇന്ധനം കിട്ടുന്ന സ്ഥലങ്ങളിൽ നിന്ന് അവ കൂടുതൽ ശേഖരിച്ച് വാഹനങ്ങളിൽ കൊണ്ടുപോകുന്നത് പെട്രോളിലെ എഥനോളിനെ ആകർഷിക്കുന്ന ഒരുതരം ചെറു പ്രാണിയാണ് തീപിടുത്തത്തിന് മറ്റൊരു കാരണമായി പറയുന്നത്. ഇന്ധനം കുടിക്കുന്നതിനായി ഇവ കുഴൽ തുറക്കുന്നതാണ് തീ പിടിക്കാനുള്ള കാരണം. അതേസമയം വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഓട്ടത്തിനിടയിൽ നിർത്തിയിടുമ്പോഴോ തീ പിടിക്കുന്നതിനെ പറ്റിയുള്ള വാർത്തകളൊക്കെ ഇതിനു മുമ്പും നാം കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് വാഹനങ്ങൾക്ക് ഇങ്ങനെ തീ പിടിക്കുന്നത്, അല്ലെങ്കിൽ നാം ഓടിക്കുന്ന വാഹനം സുരക്ഷിതമാണോ എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഇത്തരത്തിൽ അവശേഷിപ്പിക്കുന്നതും. അതായത് വാഹനത്തിന് തീ പിടിച്ചാൽ വാഹനത്തിൽ നിന്നും സുരക്ഷിത അകലം പാലിക്കുക എന്നതാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം. തീകെടുത്താൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ ജീവഹാനി വരെ സംഭവിച്ചേക്കാം. വാഹനങ്ങൾ തീപിടിക്കാനുള്ള കാരണങ്ങൾ ഇതാണ്. എളുപ്പത്തിൽ തീപിടിക്കുന്ന രീതിയിലല്ല വാഹനങ്ങളൊക്കെ നിർമ്മിക്കുന്നത്. എന്നിരുന്നാലും വാഹനത്തിലെ യാത്രക്കാരന്റെയോ ഡ്രൈവറുടെയോ അശ്രദ്ധ, കൈപ്പിഴവ്, സാങ്കേതിക തകരാർ എന്നിവ തീപിടുത്തത്തിന് കാരണമായേക്കാം. ഇലക്ട്രിക്കൽ തകരാറാണ് മറ്റൊരു പ്രധാന കാരണം. വാഹനങ്ങളുടെ ഇലക്ട്രിക്കൽ പാർട്ടുകളിൽ വരുത്തുന്ന മോഡിഫിക്കേഷനും അപകടങ്ങൾക്ക് വഴിവെച്ചേക്കാം. പലപ്പോഴും വാഹനങ്ങൾ തീപിടിക്കാനുള്ള പ്രധാന കാരണം ഷോർട്ട് സർക്യൂട്ടാണ്. അത് സംഭവിക്കുന്നതിന് മുൻപ് വാഹനങ്ങൾ ചില രോഗലക്ഷണങ്ങളൊക്കെ കാണിക്കാറുണ്ട്. മിക്കവാറും സന്ദർഭങ്ങളിൽ ഫ്യൂസ് എരിഞ്ഞമർന്ന്, സ്വാഭാവികമായും ഫ്യൂസ് എരിഞ്ഞമർന്നതിന്റെ കാരണം മനസ്സിലാക്കി അവിടെയാണ് അറ്റകുറ്റപ്പണികളൊക്കെ നടത്തേണ്ടത്. പക്ഷേ പലപ്പോഴും സമയക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ എല്ലാവരും സ്വയം ചികിത്സയാണ് ആരംഭിക്കുക. ഫ്യൂസ് മാറ്റി വാഹനം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുവാൻ നോക്കുമ്പോൾ അത് ചിലപ്പോൾ ഷോർട്ട് സർക്യൂട്ടിന് വരെ കാരണമാകാം. അതുകൊണ്ട് തന്നെ അംഗീകൃത സർവീസ് സെന്ററുമായി ബന്ധപ്പെടാതെ ഇത്തരം ജോലികൾ സ്വയം ചെയ്യാതിരിക്കുന്നതാണ് ഉചിതം.